ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ആവശ്യപ്പെട്ട പോലെ തന്നെ പെയിൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ബോട്ടിലാട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൂള് വെച്ചിട്ട് ഇനിയും പല ബോട്ടിലാട്ടുകളും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വൂള് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബോട്ടിലാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം, ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിലാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടും ചെയ്യാം, അതല്ല ക്യാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്ലവർ വേസ് പോലെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാപ്പ് വെച്ചിട്ടായാലും ചെയ്യാം. ഞാനിപ്പോൾ ക്യാപ്പ് വെച്ചിട്ടുള്ള രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിന് വേണ്ടിയിട്ട് 2 കളർ വൂളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് വൂള് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് നമ്മൾ വൂള് ചുറ്റാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗമ്മ് തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഗമ്മ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏത് ഗമ്മായാലും കുഴപ്പമൊന്നുമില്ല, വൂള് ഒട്ടാൻ പറ്റുന്ന ഗമ്മ ഏതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് ടിഷ്യൂ ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് നല്ല ഹാർഡ് ഗ്ലൂ ഇട്ടിട്ടോ വൂള് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ വൂളിനെ ഞാൻ ഇതുപോലെ മുകൾ ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടിലിൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനിങ്ങനെ ഒരു കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗം ഇട്ടിട്ടുണ്ട്, എന്നാലും നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനിങ്ങനെ ചുറ്റുകയാണ്. കെട്ടിക്കൊടുത്ത ആ നൂല് കണ്ടോ, അത് താഴത്തോട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഏകദേശം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ചുറ്റാനായിട്ട് എളുപ്പം ചുറ്റാനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ വൂളിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ബോട്ടിൽ. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചുറ്റാൻ പറ്റും. അതുപോലെ തന്നെ എന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഏകദേശം ഓക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വൂളൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ അത്രയും ഭാഗം ആ ഒരു ബ്ലൂ പർപ്പിൾ കളർ പോലത്തെ അത് ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഓറഞ്ചാണ് ചുറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ആ ബ്ലൂമെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ കെട്ടിക്കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, ഗ്ലൂ മാത്രം ഇടുന്നതിൽ കേട്ടോ. എന്നിട്ട് നമുക്ക് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയണ്ട. ഞാൻ ആദ്യം കട്ട് ചെയ്യാന്ന് വെച്ചു, പക്ഷെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റേത് എന്നിട്ട് കുറച്ച് ഗ്ലൂ ആ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക കേട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ത്രെഡ് ഇതുപോലെ ചുറ്റുക, ഇങ്ങനെ ചുറ്റുക, മുകളിലോട്ട് കയറ്റുക, വലിക്കുക. ഈ കാണുന്ന വിധത്തിൽ ചുറ്റി കൊടുക്കുക, എന്നിട്ട് മുകളിലോട്ട് വലിച്ചു കയറ്റുക. കണ്ടോ, ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് വൂള് ചെയ്യുന്നതെന്ന്? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി താഴെ ഭാഗം വരുമ്പോഴും ഇതുപോലെ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. താഴത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പേപ്പർ എടുക്കാം, എന്നിട്ട് അതിനെ ഇങ്ങനെ ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൽ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഇതൊരു അലുമിനിയം ഫോയിലാണ്, അത് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോൺസ് പോലത്തെ എഫക്റ്റ് ഒക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അലുമിനിയം ഫോയിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കവറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ബോൾ പോലെ ഉണ്ടാക്കിയതിനെ നമ്മളൊന്ന് റാപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കവറിൻ്റെ ഉള്ളിൽ സിൽവർ കളർ ഉണ്ടാവില്ലേ, അതായാലും മതി. എന്നിട്ട് മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഒരു ബോൾ പോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ, ഇത് നിർബന്ധമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനി ഉണങ്ങിയതിന് ശേഷം ആ ഭാഗത്തും കൂടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ആദ്യം ആ നമ്മൾ സിൽവർ പോലെ വെച്ചിട്ടുള്ള ബോൾ പോലെ ഇല്ലേ, അത് ആദ്യം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കി തൊട്ട് വൂള് ചുറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ അതാവുമ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ഗ്ലൂ ഇട്ടിട്ട് വീണ്ടും ആ ഒരു കളറ് ത്രെഡ് തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൂളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നൂല് ചുറ്റാട്ടോ. ഇനി നമുക്ക് വേണ്ടത് മിററാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മിറർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ സിൽവർ കളർ പേപ്പർ ഉണ്ടാവില്ലേ, അതും എടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം, ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അതിനുശേഷം നമ്മളിത് മിററിന് പകരമായിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ മിറർ ഉണ്ടെങ്കിൽ മിറർ ഒട്ടിക്കാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ അലുമിനിയം ഫോയിലിനോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള സിൽവർ കളറോ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കൊടുക്കാനായിട്ട് ഈ വൂള് നമ്മൾ മുകളിൽ ഒട്ടിച്ച വൂള് തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ആ മിററിൻ്റെ ചുറ്റും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. മിറർ അല്ല, നമ്മളിപ്പോൾ അലുമിനിയം ഫോയിലാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം, ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീഡ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മൾ ആ സിൽവർ ബോൾ പോലെ വെച്ചില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ
കെട്ടി കൊടുക്കുന്നുണ്ട്. ബീഡ്സ് ത്രെഡുമ്മ കോർത്തതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം, കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം, പേൾസ് ഒട്ടിച്ചു കൊടുക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഡെക്കറേറ്റിംഗ് എന്നുള്ളൊരു ഇതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ താഴെ ഭാഗത്തെ നെക്കിലും അവിടെ ഒരു സെപ്പറേഷൻ വരാൻ വേണ്ടി അവിടെയും ഞാൻ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ രണ്ട് കളറുകളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നില്ലേ, അവിടെയും നമ്മൾ ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പേളാണ് ബീഡാണ് കെട്ടി കൊടുക്കുന്നത് സിൽവർ കളറിൽ. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ചായിട്ട് അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സിൽവർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സിൽവർ ബീഡിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പേൾസോ സ്റ്റോൺസോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിക്കാം. നമ്മളുടെ പഴയ ഡ്രസ്സുമിലൊക്കെ കുഞ്ഞ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ആയാലും ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഈ വൂളിന് പകരമായിട്ട് നമുക്ക് ചാക്ക് നൂല് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ, പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നെക്കിലൊരു ഭംഗിയാക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ത്രെഡിൽ കുറച്ച് പേൾസ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നെക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മളുടെ വർക്കിൻ്റെ ബാക്കി പരിപാടികളും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളുടെ വർക്ക് ഒരു വെറൈറ്റി ലുക്കിലും വ്യത്യസ്തമായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ബ്ലൂ പോലെ കാണുന്ന വിധത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഡ്സും ഈ ബ്ലൂ ആണ്, അതിൽ ഒരു സൈഡിൽ നമുക്കിങ്ങനെ വെക്കുമ്പോൾ കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് തിരിച്ച് വേറൊരു സൈഡിലോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ എല്ലാട്ടോ ഇതിനെ ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ തിരിച്ച് വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിതിനെ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നോക്കൂ, കണ്ടോ, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ കുറച്ച് ബീഡ്സും മിറേഴ്സും മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് മിറേഴ്സ് മാത്രമായിട്ട്, അങ്ങനെ നമ്മൾ 3 സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, ക്ലിയർ ആയില്ല തോന്നുന്നു. ഇതാ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആ ഒരു ബ്ലൂ കളറ് കുറച്ച് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ബീഡ്സും മിറേഴ്സും മാത്രമായിട്ടാണ് ഈ ഒരു സൈഡ് കാണാൻ പറ്റുന്നത്. ഇനി അതിനെ നോക്കൂ, കണ്ടോ, അപ്പം അതൊക്കെ ഫുള്ളായിട്ട് ഒരേ പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ മിറർ മാത്രം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്ത്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.